നമസ്കാരം. കഴിഞ്ഞ ദിവസം വാട്സപ്പിൽ ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നു ഒരാള്. എൻ്റെ ഒരു സുഹൃത്താണ്, എൻ്റെ ഫോളോവറാണ്. അദ്ദേഹം വാട്സപ്പിൽ വീഡിയോ അയച്ചു തന്നിട്ട് ഇതൊന്ന് കാണൂ, ഇത് ഒരു നല്ല കാര്യമല്ലേ എന്ന് ചോദിച്ചു. ഞാൻ ആ വീഡിയോ ഒന്ന് കണ്ടു. ഒരു വലിയ അത്ഭുതമാണ് എനിക്ക് തോന്നുന്നത്. എന്തേ നമുക്കൊന്നും ഇത്തരത്തിലൊരു ഐഡിയ തോന്നിയില്ല എന്നാണ് അപ്പോൾ എനിക്ക് തോന്നിയത്. നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കാണാം, അതിനുശേഷം അതേക്കുറിച്ച് സംസാരിക്കാം. ഒരിക്കലും കൊടുക്കണ്ട. കാരണം ഓരെ നമ്മള് നന്നാൻ വേണ്ടിയാണ്. അപ്പൊ ഇവര് ഈ 7 ആൾക്കാര് +1 +2 ഡിഗ്രി പഠിക്കുന്ന കുട്ടികളാണ്. ഈ കുട്ടികളെ ഇല്ല 7 അടയാണ്. അപ്പൊ ഈ കുട്ടികളെ എന്നുപോലെ കാണില്ലല്ലോ. അപ്പൊ ഈ കുട്ടികളെ നമ്മളൊരു വീഡിയോയിലോ ഒന്നും കാണിക്കണില്ല. ഇവർക്ക് കഞ്ചാവ് കൊടുക്കാൻ വന്ന 2 ആൾക്കാരുണ്ട്. ഓലെ ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരും. ഓലെ ഞങ്ങൾ എന്ത് ചെയ്യും, എക്സസൈസിന് ഏൽപ്പിക്കും. ഈ കുട്ടികള് ഇതിൽ പെട്ടതാവാൻ എന്തായിക്കോട്ടെ, അവരെ രക്ഷിതാക്കളെ വിളിച്ചിട്ട് ഞങ്ങൾ അവരെ ഏൽപ്പിക്കും. ഈ 7 ആൾക്കാരും ആ രക്ഷിതാക്കൾ കാണണം. നാളെ ഇവരെ വീട്ടിലേക്ക് ഈ കമ്പനി ഇങ്ങനെ നിലനിന്ന് കഴിഞ്ഞാല് നമ്മളെ നാടിലെ കുട്ടികൾ കേടുവരും. അപ്പൊ ഇവരെ കമ്പനി ഇനി രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. ഇവരെ രക്ഷിതാക്കളോട് ഞങ്ങൾക്ക് പറയാനുള്ളതാ, ഈ 7 ആൾക്കാരെ നിങ്ങളെ ഓരോരുത്തരും കാണിച്ചു തരും. അല്ലാതെ ഇത് പുറത്തു പോവാനോ അല്ലാതെ ഞങ്ങൾക്ക് ഇവരെ മോശമാക്കാനോ ഒരു ഉദ്ദേശത്തിലല്ല ഈ വീഡിയോ എടുക്കുന്നത്. നമുക്ക് ഈ കുട്ടികൾ നന്നാവണം. ഈ കുട്ടികൾ നാളെ നല്ല മക്കളായിട്ട് വളരണമെങ്കിൽ ഇവരെ നിങ്ങൾ ശ്രദ്ധിക്കണം. രാത്രി കാലങ്ങളിൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വിടരുത്. അത് ശ്രദ്ധിക്കാൻ കൂടി ഒന്ന് മരുവ് കഴിഞ്ഞാൽ ഇവരെ വീട്ടിൽ നിന്ന് പുറത്ത് വിടരുത് ഇനി. അപ്പൊ അത് ശ്രദ്ധിക്കാനും കൂടി ഇവർ ടർഫ് മറ്റേന്ന് പറഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നിങ്ങളെ വിളിച്ച് ഓരോ രക്ഷിതാക്കളെ ഞങ്ങൾ വിളിക്കും. ആ രക്ഷിതാക്കളെ വിളിക്കുന്ന ഈ ആവശ്യത്തിനാണ്. ഇനി നിങ്ങൾ ഇവരെ പുറത്തിറങ്ങാൻ അയക്കരുത്. ഈ കുട്ടികൾ ചെറുതായിട്ട് വഴി തെറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഓരോ രക്ഷിതാക്കളും ഞാനിപ്പോൾ കണ്ണമല പഞ്ചായത്ത് 1-ാം വാർഡ് മെമ്പറാണ്. നമ്മളെ വാർഡിൽ കർമ്മസേന എന്ന് പറഞ്ഞിട്ട് ഈ ലഹരിക്കെതിരെ ഉണ്ടാക്കിയ ടീമാണ്. ഇതിൽ എല്ലാവരും ഇടപെട്ടിട്ടാണ് ഈ ആളുകളെ കിട്ടിയത്. ഈ ചെറിയ കുട്ടികൾക്ക് സാധനം കൊടുക്കാൻ വന്ന ആളുകളെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അവരെ സമൂഹം കാണണം. നാളെ അവരെ എവിടെ കണ്ടാലും നിങ്ങൾ തിരിച്ചറിയാം. ഞങ്ങൾ അവരെ എക്സസൈസിന് ഏൽപ്പിക്കാൻ പോകണേ. അവരുടെ പിടിച്ച സാധനം തരാം. അപ്പൊ ഈ മക്കളെ കുറിച്ച് രക്ഷിതാക്കളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ കുട്ടികളെ നിങ്ങൾ രാത്രി ഇനി പുറത്തയക്കല്ലേ. ഈ 7 ആൾക്കാർ നിങ്ങൾ തമ്മിൽ കാണണം. ഇവരെ ഒരിക്കലും തമ്മിൽ കാണാനും അയക്കണ്ട കുട്ടികളെ. ഈ കുട്ടികളെ എന്ത് ചെയ്യുക, രക്ഷിതാക്കളെ ഞങ്ങൾ കാണിച്ചു തരാം. രക്ഷിതാക്കളോട് പറയാനുള്ളതാണ്, ഈ കുട്ടികൾ നിങ്ങൾ വീട്ടിലേക്ക് ഈ 2 ആൾക്കാരാണ്. ഇവർ ഈ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന കഞ്ചാവാണ്. ഇത് തോർച്ചയുള്ള രാജൻ എന്ന് പറഞ്ഞ ആള്. മറ്റേത് എന്താ പേര്, സുരേഷ്. ഇതാ ഈ കഞ്ചാവ് കാണിച്ചു കൊടുത്ത. ഇത് ഈ +1 +2 ആ ലെവലിലുള്ള കുട്ടികൾക്ക് ഒരു കേസിന് 4000 രൂപയാണ് ഒരു വില പറഞ്ഞത്. അങ്ങനെ സാധനം കൊണ്ടുവന്ന് പോലെ ഞങ്ങൾ ഈ 1-ാം വാർഡിലെ കർമ്മസേന ഇത്രയും ആളുകൾ ഞങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഇതിന് എന്ത് ചെയ്തത്. അപ്പോൾ നമുക്ക് പറയാനുള്ളത്, നമ്മുടെ രക്ഷിതാക്കളോട് നിങ്ങൾ കുട്ടികളെ രാത്രി 12 മറ്റേന്ന് ഒരു കുട്ടികളെ നിങ്ങൾ പുറത്ത് വിടല്ലേ, റിക്വസ്റ്റ് ആണ്. ഓക്കെ, നോക്കൂ, കേരളത്തിൽ നമ്മുടെ കുട്ടികൾ, നമ്മുടെ മക്കൾ വഴി പിഴച്ചു പോകുന്നു, അല്ലെങ്കിൽ അവരെ വഴി പിഴപ്പിക്കാൻ വലിയൊരു വിഭാഗം മറുഭാഗത്തുണ്ട് എന്നത് സത്യമാണ്, നിഷേധിക്കാൻ കഴിയാത്തതാണ്. പോലീസും എക്സൈസും കിണഞ്ഞു പരിശ്രമിച്ചിട്ടും അവരിൽ താഴേക്കടയിലുള്ള ചിലരെ മാത്രമേ പിടിക്കാൻ കഴിയുന്നുള്ളൂ. അതിന് അവരുടെ സ്വാധീനം അതിന് മുകളിലേക്ക് ഉള്ളത് കൊണ്ടാണോ, അതോ ആരെങ്കിലും സംരക്ഷിക്കാനാണോ, അതോ കിട്ടാത്തത് കൊണ്ടാണോ? പല ആരോപണങ്ങളും ഉണ്ട്, പല വിധത്തിലുള്ള ചർച്ചകളും സംസാരങ്ങളും ഉണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ മലപ്പുറം ജില്ലയിൽ കണ്ണമംഗലം ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡ് മെമ്പർ ഇസ്മായിലിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ചിട്ടുള്ള ഈ ഒരു കർമ്മസേന, അതിൽ രാഷ്ട്രീയമില്ല, മതമില്ല, അത്തരത്തിൽ മറ്റ് യാതൊരു സംഘടനകളും അതിലില്ല. എല്ലാവർക്കും അവരുടേതായ സംഘടനകളും മതവും എല്ലാം ഉണ്ട്. അതൊക്കെ അതിന്റെ വഴിക്ക്. പക്ഷെ ഇതിൽ അത്തരം കാര്യങ്ങളൊന്നുമില്ലാതെ ഒരു കൂട്ടായ്മ രൂപീകരിച്ച് വളരെ ഫലപ്രദമായി അവർ ഇടപെട്ട് തുടങ്ങിയപ്പോൾ കണ്ണമംഗലം 1-ാം വാർഡിൽ വലിയ മാറ്റമാണ് ഉണ്ടാക്കാൻ സാധിച്ചത് എന്ന് അവിടുത്തെ ജനങ്ങൾ സാക്ഷ്യം പറയും. മാത്രമല്ല, ഒത്തിരി കുട്ടികൾ ഇങ്ങനെ ലഹരിയിൽ അബദ്ധത്തിൽ പെട്ടുപോയിട്ടുള്ള പല കുട്ടികളെയും ഡീഅഡിക്ഷൻ സെന്ററിലേക്ക് കൊണ്ടുപോയി അവരെ നേർവഴിക്ക് കൊണ്ടുവരാനും, പലരും അല്ലാതെ തന്നെ നേർവഴിയിലേക്ക് കൊണ്ടുവരാനും, രക്ഷിതാക്കൾക്ക് ഒരു മാർഗനിർദ്ദേശം കൊടുക്കാനും ഒക്കെ ഈ ഒരു കൂട്ടായ്മയ്ക്ക് സാധിച്ചു. അതിന് പോലീസും എക്സൈസും ഒക്കെ വളരെ നല്ല സഹകരണം അവരോട് കാണിക്കുന്നു. എന്നെ അത്ഭുതപ്പെടുത്തിയതല്ല, കഴിഞ്ഞ ദിവസം നടന്ന ഈ സംഭവത്തിൽ അവർ കാണിച്ചിട്ടുള്ള ഒരു മര്യാദയാണ്. ആ മര്യാദ ആ വീഡിയോയിൽ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. കൂടുതൽ കാര്യങ്ങൾ വാർഡ് മെമ്പർ ഇസ്മായിൽ തന്നെ നമ്മളോട് പറയും. ഇസ്മായിൽ സാർ, നമസ്കാരം. നമസ്കാരം. എങ്ങനെയായിരുന്നു ഈ ഒരു കൂട്ടായ്മയുടെ ഒരു ഉത്ഭവം, അല്ലെങ്കിൽ അതിന്റെ ഒരു തുടക്കം എങ്ങനെയായിരുന്നു? ഞങ്ങള് വാർഡില് എക്സൈസ് പഞ്ചായത്തിൽ വന്നിട്ട് ഒരു ക്ലാസ് എടുക്കുന്നുണ്ട്. എല്ലാ വാർഡിലും ജാഗ്രതാ സമിതി രൂപീകരിക്കണമെന്നും നിലവിലുള്ളതാണ്. പക്ഷെ അതൊന്ന് ശക്തിപ്പെടുത്തണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ MDMA, കഞ്ചാവ് ഇതുപോലത്തെ ലഹരി ഉപയോഗിച്ചിക്കാണ്ട് ഒരു 3-4 മാസം മുമ്പത്തെ ന്യൂസ് നോക്കി എല്ലാവർക്കും അറിയാം. ഒരുപാട് മരണങ്ങളും കൊലപാതകങ്ങളും എല്ലാ അക്രമങ്ങളും നടത്തിയത്
ഈ MDMഉം ഇതുപോലുള്ള ലഹരികൾ ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ എല്ലാവർക്കും സർക്കാർ പുതിയ സേനയെ തന്നെ രൂപീകരിച്ചു ഇതിനെതിരെ പോരാടാന്. അതുപോലെ പഞ്ചായത്തുകൾ, മഹല്ലുകൾ എല്ലാവരും ഒന്നിച്ചിറങ്ങി. ആ സമയത്ത് ഇങ്ങനെ സർക്കാരിൽ നിന്ന് കിട്ടിയ നിർദ്ദേശപ്രകാരം ജാഗ്രതാ സമിതി ശക്തിപ്പെടുത്താൻ പറഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് ക്ലാസ് തന്നു എക്സൈസ്. അപ്പൊ അതിന്റെ നിർദ്ദേശങ്ങളൊക്കെ കേട്ടപ്പോൾ നല്ലൊരു തീരുമാനമായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ കണ്ണമംഗലം പഞ്ചായത്ത് 1-ാം വാർഡിൽ, എന്റെ വാർഡിൽ വരുന്ന പ്രദേശത്ത് ഉള്ള വാർഡിന്റെ ഗ്രൂപ്പിൽ ഞാൻ ഇങ്ങനെ രാഷ്ട്രീയം പ്രകടിപ്പിച്ചു. നമ്മളെ വാർഡിൽ ലഹരിക്കെതിരെ ഒരു ടീമിനെ ഉണ്ടാക്കുന്നുണ്ട്, അതിലേക്ക് താല്പര്യമുള്ള ആളുകളൊക്കെ പേഴ്സണലി ഒന്ന് മെസ്സേജ് അയക്കി എന്ന് പറഞ്ഞു. കാരണം എനിക്ക് താല്പര്യമുള്ളവർ കൂടിയാൽ മതിയല്ലോ. അങ്ങനെ 94 ആളുകൾ അതിലേക്ക് വന്നു. അപ്പൊ എന്നിട്ട് ഈ 94 ആളെയും വെച്ചിട്ട് നമ്മളൊരു മീറ്റിംഗ് വിളിച്ചു. അതിൽ നമ്മൾ പ്രത്യേകമായിട്ട് പറഞ്ഞിരുന്നു, ഇതിൽ രാഷ്ട്രീയമില്ല, ജാതി ഇല്ല, മതമില്ല, ഒന്നുമില്ല, സംഘടനകളൊന്നുമില്ല. നമ്മളെ വാർഡിന്റെയും നാടിന്റെയും നന്മക്ക് വേണ്ടിയാണ് മനുഷ്യ സ്നേഹികൾ അത്രമാത്രം. നാടിന്റെയും നമ്മളെ സമൂഹത്തിന്റെ നന്മക്ക് വേണ്ടി മാത്രമാണ്, ഇതിൽ രാഷ്ട്രീയം ഇല്ലാത്ത ആളുകളാണ് വേണ്ടത്. അങ്ങനെ 94 ആള് വന്ന് ആ 94 ആളെ വെച്ചിട്ട് ഒരു മീറ്റിംഗ് വിളിച്ചു. എന്നിട്ട് മീറ്റിംഗിൽ എല്ലാവരും പങ്കെടുത്തു. അതിൽ നമ്മളൊരു കമ്മിറ്റി പോലും ഉണ്ടാക്കിയില്ല. അതായത് സെക്രട്ടറി പ്രസിഡന്റ് വരുമ്പോ 2 ആളാവുമല്ലോ, അങ്ങനത്തെ ഒരാൾ ഇതിൽ വേണ്ട. എല്ലാവരും സമന്വര്, എല്ലാവരും ഒന്നിച്ചെടുക്കുന്ന തീരുമാനം. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചിരുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു ടീം ഉണ്ടാക്കി. അതിന്ന് അന്ന് വന്നത് 94 ആളുകൾ, ഒരു 45 ആളെ പങ്കെടുത്തിട്ടുള്ളൂ. അങ്ങനെ ഈ 45 ആളിലോട് നമുക്ക് ആക്റ്റീവായ ആളുകൾ, പ്രവാസികളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് ഗ്രൂപ്പിലേക്ക് വരാൻ. വനിതകളടക്കം വാർഡിൽ നിന്ന് എനിക്ക് മെസ്സേജ് അയച്ചു, ഞങ്ങളെ ഗ്രൂപ്പിൽ കയറ്റി വന്നു. ഇത് വീടുകളിലാണ് ഇതിന്റെ ബുദ്ധിമുട്ട് വരുന്നത്. കല്യാണം കഴിഞ്ഞ സ്ത്രീകൾക്ക്, അതുപോലെ ഉമ്മമാർക്കും ഒക്കെ പ്രയാസങ്ങളുണ്ട് ഈ മക്കളെ കൊണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ തൽക്കാലം ഞങ്ങൾ വനിതകൾ ഇതിൽ എടുത്തിട്ടില്ല, കുഴപ്പമില്ല, ഞങ്ങൾക്ക് നിർദ്ദേശങ്ങൾ തരാൻ നിങ്ങൾ ആവശ്യമുണ്ട്. നിങ്ങൾ ഏത് സമയത്തും ഞങ്ങൾക്ക് നിർദ്ദേശങ്ങൾ തന്നുകൊണ്ടിരിക്കണം. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ ഞങ്ങൾ അറിയിക്കണം. അങ്ങനെ അറിയിച്ചിട്ട് ഒരു റബ്ബർ നോടത്ത് ഞങ്ങൾ പോയിട്ട് ഉണ്ട്. ഒരു സ്ത്രീ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, അവർ ഫോട്ടോ അടക്കം നൈസായിട്ട് എടുത്തു തന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അത്രയും അവര് നമ്മൾക്ക് ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അപ്പൊ എന്താണ്, ഇങ്ങനെ സ്ത്രീകൾ അടക്കം ഇതിനെ ഭയന്നുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഞങ്ങൾ ഇങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ഫസ്റ്റ് മീറ്റിംഗ് കൂടി, അന്ന് മീറ്റിംഗിൽ തീരുമാനം എടുത്തു, നമ്മൾ ജനങ്ങളെ മൊത്തത്തിൽ ഇത് അറിയിക്കണം. അങ്ങനെ അറിയിച്ച് നമ്മളതിന് പേരിട്ടു കർമ്മസേന. എന്നിട്ട് നമ്മളെ വാർഡിൽ മൊത്തത്തിൽ ഒരു ബൈക്ക് റാലി നടത്തി. ബൈക്ക് റാലി ഒരു അനൗൺസ്മെന്റും, അതായത് ലഹരിക്കെതിരെയുള്ള ഒരു അനൗൺസ്മെന്റ് ആയിട്ട്, ഇനി നമ്മുടെ നാട്ടില് ഇങ്ങനത്തെ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ അത് ഒഴിവാക്കുക, വിൽപ്പനക്കാരെയും ഉപയോഗിക്കുന്നവരെയും ഞങ്ങൾ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വാർഡ് മൊത്തത്തിൽ ഒരു ബൈക്ക് റാലി. ഒരു 100ഓളം പേര്, ഒരു ബൈക്കിൽ 2 വീതം വെച്ചിട്ട് ഒരു 19 ബൈക്കിൽ മുകളിലുണ്ടായിരുന്നു. രാത്രി 10 മണിക്കാണ്. അതായത് വീടുകളിൽ എല്ലാവരും ശ്രദ്ധിക്കും, നോമ്പിനായതുകൊണ്ട് നിസ്കാരമൊക്കെ വൈകിയ കഴിയുക. അതുകൊണ്ട് നോമ്പിൽ 10 മണിക്കാണ് ഞങ്ങൾ, തറാവിക്ക് ശേഷമാണ് ഞങ്ങൾ എന്ത് ചെയ്തത്, ഇറങ്ങിയത്. അത് നല്ല മൈലേജ് ഉണ്ടാക്കി. അപ്പൊ ജനങ്ങളൊക്കെ ഇത് അറിഞ്ഞു. ഒന്ന് ഫസ്റ്റിലെ ഘട്ടം. 2ാമത്തെ ഘട്ടം ഞങ്ങൾ ഒരു കാൽനട ജാഥ അടുത്ത 2 ആഴ്ചക്ക് ശേഷം, നോമ്പ് കഴിഞ്ഞതിന് ശേഷം, ഒരു വൈകുന്നേരം 5 മണിക്ക് ശേഷം, മരുവിന് ശേഷം, പാലന്തൂർ എന്ന് പറഞ്ഞ നമ്മുടെ പ്രദേശത്ത് നിന്ന് ചെങ്ങാനി എന്ന് പറയുന്ന പ്രദേശത്തേക്ക് കാൽനട ജാഥയും ഒരു അനൗൺസ്മെന്റും. ഇത് കർമ്മസേനന്റെ കീഴിൽ നടക്കുന്ന കാൽനട ജാഥയാണ്. ഇവിടെ ഇനി ലഹരിയും കൊണ്ട് ആരും വരണ്ട, പിടിച്ച് എക്സൈസിന് ഏൽപ്പിക്കും. അതുവരെ എങ്ങനെയാണോ ഇവിടെ നടന്നത്, പരസ്യമായിട്ടുള്ള കച്ചവടമായിരുന്നു. നമ്മളൊരു ഒഴിഞ്ഞ പ്രദേശം ഉണ്ടെങ്കിൽ അവിടെ ആളുകൾ കൂടുക, എന്നിട്ട് എവിടെ നിന്നൊക്കെയുള്ള വണ്ടികൾ വരിക, ടക്കായിട്ട് പരിപാടി നടത്തുക, അവിടെ കൂടിയിരുന്ന് ഇങ്ങനെ വലിച്ചിരിക്കുക. അവിടെയൊക്കെ ഞങ്ങൾ ചെന്ന് പറഞ്ഞു, ഒരാളെയും ഭയന്നില്ല. അതില് ഞങ്ങൾക്ക് പറഞ്ഞ ഭീഷണി വന്നു, ഇതൊന്നും ഞങ്ങൾ ഭയന്നില്ല. അതായത് ആദ്യം പിടിയല്ല, ആദ്യം അവർക്കൊരു വാണിംഗ്. എല്ലാവരും ഇരിക്കുന്ന നമ്മൾ അറിയുന്ന ആളുകളാണ്, നമ്മളെ സുഹൃത്തുക്കളാണ്. അത് ഇതിൽ ഒരു വിഷയം എന്ന് വെച്ചാൽ, പല മെമ്പർമാരാണെങ്കിലും ഇതിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള ഒരു കാരണം അവരെ പരിചയക്കാരാവും, അവർക്ക് നഷ്ടങ്ങൾ സംഭവിക്കും, ഇനി വോട്ട് കിട്ടൂല. അതൊക്കെ എനിക്കുണ്ടായ സംഭവങ്ങളാണ്. ആ വോട്ട് വേണ്ടെന്ന് വെച്ചാൽ മതി, നമ്മളെ നാട് നന്നാവൂല. നാടില്ലാതെ വോട്ട് ഉണ്ടായിട്ട് വല്ല കാര്യമാണോ? നമ്മളെ നാട് നശിക്കുക. ശശി തരൂർ കഴിഞ്ഞ ദിവസം ചോദിച്ചത്, രാജ്യമില്ലാതെ അതാണ് പറഞ്ഞത്. സത്യമത്. നമ്മളെ നാടില്ല, നാട് ഫുള്ള് നമ്മളെ തലമുറ, എന്റെ മകനടക്കം മകളടക്കം വളർന്നു വരുന്നത്, ഇവരൊക്കെ നശിക്കുക. എന്നിട്ട് ഞാനിങ്ങനെ വോട്ട് കിട്ടി മെമ്പറായി നടന്നിട്ട് എന്ത് കാര്യമുള്ളത്? അതല്ല ഇവിടെ വേണ്ടത്. നമ്മളെ സമൂഹം നന്നായിട്ട് വേണം ജനപ്രതിനിധികൾ വരാന്. അവിടെയാണ് നമ്മൾ ചിന്തിച്ചത്, എതിർക്കുന്നവര് നമ്മൾ തെറ്റിക്കോട്ടെ. ഒറ്റ സുഹൃത്തുക്കളടക്കം ഇതിന്റെ പേരിൽ എനിക്ക് തെറ്റേണ്ടി വന്നിട്ടുണ്ട്. അതിൽ ചിലപ്പോൾ സന്തോഷിക്കുന്നവർ ഇങ്ങേപ്പുറത്തുണ്ടാവും, അവര് സന്തോഷിച്ചോട്ടെ, അവരെന്നും ആ നിർത്തേ നിൽക്കുള്ളൂ. പക്ഷെ നമ്മൾ അംഗീകരിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് പുതിയത് വന്നു. രാഷ്ട്രീയം നോക്കാതെ നിങ്ങളെടുത്ത നിലപാടിന് സപ്പോർട്ട്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ വീഡിയോ, അത് എനിക്ക് എവിടെ നിന്നൊക്കെ എന്റെ പരിചയക്കാരുണ്ടോ അവരൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. എല്ലാ വാർഡിലും അതിന്
കർശനമായിട്ട് നിലപാട് തീർച്ചയായിട്ടും ഈ പോലീസിനും എക്സൈസിനും ഇപ്പൊ എല്ലാ ഭാഗത്തും രഹസ്യമായി ചെന്ന് എല്ലായിടത്തും എത്താനും കഴിയില്ല. കാരണം എക്സൈസുകാർ വരുമ്പോ അവർ ഓരോ വഴിക്ക് പോകും. ഇത് നാട്ടിലെ ജനങ്ങൾ ഒത്തൊരുമിച്ചാൽ ഒരു ലഹരി അവിടെ നടക്കൂല. കാരണം എന്താ പറയുക, ഒരു നാട്ടിലിപ്പോ ഒരു ഉദാഹരണം പറയാം, ഒരു നാട്ടിലിപ്പോ ഒരു 600 ഒരു വാർഡില്, നാട് ഉദ്ദേശിക്കുന്ന ഒരു വാർഡ്, ഒരു 700-600 യുവാക്കൾ ഉണ്ടാവും. അവിടെ ലഹരി ഉപയോഗിക്കുന്ന ഒരു 10-12 പേരെ വിൽപ്പനക്കാരുണ്ടാവുള്ളൂ. ഈ 700 യുവാക്കൾ വിചാരിച്ചാൽ ഈ 12 ആളുകൾ എന്താ ചെയ്യാം? പക്ഷെ ഈ 700 ആളും മടിയന്മാരാവുള്ളൂ. അവിടെ മടിക്കരുത്. ഈ 12 ആളെ നിയന്ത്രിക്കാൻ അവർക്ക് കഴിയും. ഇത്ര യുവാക്കളുള്ളടത്ത് 10-12 പേര് ഇതിന്റെ വിൽപ്പനക്കാരും മറ്റുള്ളൂ. അപ്പൊ ആ ഒരു ഇത് ജനങ്ങളെ ബോധിപ്പിച്ചു എന്ന്. നമ്മൾ എന്തിനാ ഇവരെ ഭയക്കുന്നത്? ഈ 10-12 പേരെ എന്തിനു ഭയക്കണം? നമ്മളെ നാടിനെ എല്ലാവരും ഒന്നിക്കും, നമുക്ക് ഇവരെ ശരിയാക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ഇതിലേക്ക് ഇറങ്ങിയത്. അതില് പ്രാഥമിക തലത്തിൽ എത്ര പേരാണുള്ളത്? പെട്ടെന്ന് ഞങ്ങൾക്ക് 2 സ്ക്വാഡായിട്ട് 20-40 പേരുണ്ട്. ഈ വാർഡില്. തീർച്ചയായിട്ടും അത് അവര് ഇത് എങ്ങനെ 20 ആക്കി വെച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ വാട്സപ്പിലെ ഗ്രൂപ്പ് കോളിന് വേണ്ടിയാണ്. ഒറ്റ കോൾ നോക്കി കഴിഞ്ഞാൽ ഗ്രൂപ്പ് കോൾ അടിച്ചാൽ എല്ലാവർക്കും ഒപ്പം ഫോൺ ചെയ്യാം. 20 പേർക്ക് പെട്ടെന്ന് വരും, ഇന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു വിഷയമുണ്ട്, എല്ലാവരും അവിടെ എത്തണം എന്ന് പറയാം. എല്ലാവരും എത്തും, അവരെ തടഞ്ഞു വെക്കും. എന്നിട്ട് അതിൻ്റെതായ നിയമവശത്തിലൂടെ ഞങ്ങൾ പോവുകയും ചെയ്യും. പിന്നെ മറ്റുള്ളവരൊന്നും ഞങ്ങൾ വീഡിയോ എടുക്കാൻ അയക്കൂല. പുറത്തുനിന്ന് വരുന്ന ആളുകളൊക്കെ ഉണ്ടാവും. ഇത് കാഴ്ചക്കാരാണ് കൂടുതൽ. അവർക്കൊക്കെ സോഷ്യൽ ഇപ്പം പറഞ്ഞില്ല, ആ കുട്ടികളെ ഞങ്ങൾ ഒരാളെ വീഡിയോ എടുക്കാൻ അയച്ചിട്ടില്ല. ഒരാളെ അത് വീഡിയോ എടുക്കാനേ അയച്ചില്ല. കാരണം വെച്ചാൽ അവർ മോശമാക്കി അവരിത് വലിയ പിള്ളേരായിട്ട് ഇതായിട്ട് മാറും. അതെ, അവരുടെ ഭാവി പോയി. പിന്നെ അവർക്ക് ഒരു മടിയില്ലാതായി മാറും. ആ സ്ഥാനത്ത് നമ്മൾ അവരെ മാറ്റി വെച്ചിട്ട് അവരെ വീട്ടിൽ അറിയിച്ചു കഴിഞ്ഞാൽ അവർ നന്നായിക്കോളും. വീട്ടുകാരോട് പ്രത്യേകം പറഞ്ഞ് അന്ന് കിട്ടിയ 7-8 പേരുണ്ട്. അവരൊക്കെ ഫോട്ടോ വീട്ടുകാരെ കാണിച്ചു കൊടുത്തു. ഇവരെ നിങ്ങളെ വീട്ടിൽ വരാൻ അയക്കരുത് തന്നെ, ഈ കുട്ടികളായിട്ട് കമ്പനി കൂടെ അയക്കരുത്, അത് നിങ്ങളെ മക്കൾ ചീത്തയാവാനൊരു കാരണമാകുന്നത് അവരെ കാണിച്ചു കൊടുത്തു. ശരിക്കും അതൊരു വലിയൊരു കാര്യമാണ്. അതോടെ ഒരു റിസ്ക് ഫാക്ടർ ഉള്ളതുമാണ്. സത്യത്തിൽ ഇത് ചെറിയ കാര്യമല്ലായിരുന്നു. അത് റിസ്കിന്റെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത്. ഇതിന്റെ ഗുണം കിട്ടുന്നതിനേക്കാൾ കൂടുതൽ അപകടത്തിലേക്കായത് കാര്യങ്ങൾ. എത്രത്തോളം റിസ്ക് ഇതുവരെ ഉണ്ടായിട്ടുണ്ട്, എത്രത്തോളം അപകടങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഭീഷണികൾ ഉണ്ടായിട്ടുണ്ട്, അതും കൂടെ ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും. ഞങ്ങൾ തുടക്കത്തിലാണ് നമുക്ക് ഭീഷണി കൂടുതൽ ഉണ്ടായിരുന്നത്. കാരണം ഇത് തുടക്കത്തിലെ നശിപ്പിക്കണം എന്ന് ആഗ്രഹിച്ച ആളുകളുണ്ടായിരുന്നു. അന്ന് ഞങ്ങളോട് ഒരു ടീം ഒന്ന് പറഞ്ഞത്, നിങ്ങളൊക്കെ ഇങ്ങനെ കർമ്മസേന എന്ന് പറഞ്ഞ് നടന്നോളി, വല്ല ലോറിയൊക്കെ കയറിയിട്ടായിരിക്കും മരിക്കുക, റോഡുമേൽ അരഞ്ഞു കിടക്കും, തമയന്മാരൊക്കെ ആയിരിക്കും ഡ്രൈവർമാരുണ്ടാവുക, അപ്പൊ അതുകൊണ്ട് പിന്നെ നിങ്ങൾ അവസാനം ഇങ്ങനൊക്കെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ നേരെ എല്ലാവരും കൂടി അവരെ വീട്ടിൽ ചെന്നു. അവരെ ഭാര്യയോടടക്കം പറഞ്ഞു, ഇതൊക്കെയാണ് ഇവർ ചെയ്യുന്നത്, ഞങ്ങളുടെ ഉദ്ദേശം ഞങ്ങളുടെ നാട്ടില് ഇങ്ങനെ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അയാൾ പറഞ്ഞു, ഞാൻ തമാശക്ക് പറഞ്ഞതാണ്. അങ്ങനെ ഞങ്ങള് മുളയിലേന്നുള്ള എന്ന് പറയുന്നില്ലേ, അതേപോലെ ഞങ്ങള് എന്ത് ചെയ്തു, അവരെ ആക്രമിക്കാനല്ല ഞങ്ങൾ ചെയ്തത്, അവരെ സമാധാനമായ രീതിയിൽ അവരെ വീട്ടിൽ കൂടെ അവരെ അറിയിച്ചു. ഇനി നമുക്ക് എന്ത് സംഭവിക്കുകയാണെങ്കിൽ അവരെ വീട്ടുകാർ പറയല്ലോ നാളെ. അത്രേ ഉള്ളൂ. അതായത് നമ്മളെ ഭീഷണിപ്പെടുത്തുന്നവരോട് നമുക്ക് പറയാനുള്ള അത്രേ ഉള്ളൂ. ഞങ്ങളൊരു ടീമാണ്, ഞങ്ങൾ 1-2 ആളല്ല. ഈ വീട്ടില് കുട്ടികളെ എത്തിച്ചല്ലോ, നേരിട്ട് അവരെത്തിക്കുന്ന സമയത്ത് വീട്ടുകാരുടെ പ്രതികരണം എന്തായിരുന്നു ഈ കഴിഞ്ഞ സമയം? അതിൽ എനിക്ക് പറയാനുള്ളത്, പ്രത്യേകം വേദനിക്കുന്ന ഒരു കാര്യം വെച്ചാൽ അധികം അമ്മമാരും അല്ലെങ്കിൽ ഉമ്മമാരുമാണ് ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. നമുക്കുണ്ടായ ഒരു അനുഭവമാണ്. ഉപ്പമാർക്ക് കുറെയൊക്കെ കാര്യങ്ങൾ അറിയാം. പിന്നെ പ്രവാസികളായിട്ടുള്ള ഉള്ളത് 1-2 ഉമ്മമാരുടെ അടുത്ത് എനിക്ക് കിട്ടിയത്, എന്റെ മക്കള് അങ്ങനെ ചെയ്യില്ല, നമ്മളിത് ചെയ്യാനും ഇത് കൂടാൻ പോയെടുത്തുനിന്നാണ് ഇവരെ പിടിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് പോലും ചിലപ്പോൾ നമുക്ക് ചെറിയ ഒരു പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം രാത്രി 10 മണിക്ക് ചില ആളുകൾ നമ്മൾ അവരുടെ വീട്ടിൽ കൊണ്ടുപോയി തന്നെ വീട്ടിൽ നിന്ന് വരാൻ ആളില്ലാത്ത. അപ്പൊ ആ സമയത്ത് അവര് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കി. കാരണം നമ്മൾ രാത്രി ഉറക്കു വെച്ച് ഇവരെ വീട്ടിൽ ഈ മക്കളെ പോരായ്മ അറിയിക്കാൻ വേണ്ടി ചെന്നതാണ്. അപ്പൊ അവരെ പിന്തുണക്കുന്ന രീതിയിലാണ് വീണ്ടും സംസാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ചെറിയ പ്രയാസം. പക്ഷെ ചില രക്ഷിതാക്കൾ ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തു. ഒരു രക്ഷിതാവ് പറഞ്ഞു, ഞാൻ പറഞ്ഞ അവൻ കേൾക്കാറില്ല, എന്നെ അടിക്കാൻ കൈ വാങ്ങാറുണ്ട് ഈ മകന്. അപ്പൊ അതുകൊണ്ട് നിങ്ങള് പിന്നെ അവന്റെ റൂമൊക്കെ ഒന്ന് നോക്കണം, അവന് ഇന്നൊരു കുട്ടി ഒരു പൊതി കൊണ്ടുവന്ന് കൊടുത്തിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള സപ്പോർട്ടും ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഞങ്ങൾ നോക്കിയിട്ട് അവിടുന്ന് ഒരു ആൻസിന്റെ ബാക്കാണ് കിട്ടിയത്. അപ്പൊ ഇതൊക്കെയാണ് കുട്ടികൾ, ചെറിയ കുട്ടികൾക്ക് ഉള്ള ഓരോ ഇത്. നമ്മൾ വളർന്ന പോലെ അല്ല ഇപ്പോഴത്തെ കുട്ടികളുടെ വളർച്ച. അപ്പൊ മനസ്സിലാകുന്നത് ഹാൻസ്, പാൻപരാഗ് അതുപോലുള്ളത് ഇപ്പോഴും ലഭ്യമാണ് 100%. അതിൽ നിന്നാണ് തുടക്കം. അതെ, അതിൽ നിന്നാണ് തുടക്കം. ആ ആൻസ് കിട്ടിയ ഷോപ്പ് ഞങ്ങൾ പോയിട്ട് അവിടുന്ന് ആൻസ് പിടിച്ചിട്ടുണ്ട്. സ്ഥാപനത്തിൽ പിടിച്ചു. അവരോട് ഇത് മൊത്തം ഇറക്കി തരുന്ന ആളെ കാണിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനുള്ള ഒരു പരിശ്രമത്തിലാണ്. കാണിച്ചു തരുമോ പ്രതീക്ഷിക്കണ്. ഇല്ലെങ്കിൽ അയാളെ വീഡിയോ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിലവിൽ അയാളപ്പോ ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. അയാൾക്കൊരു വാണിംഗ് ഇത് കൊടുത്തു. അപ്പൊ അദ്ദേഹത്തിന് എത്തിച്ചു കൊടുത്ത ആളാണ് നമുക്ക്. അതെ, ഇത് ഈ സാധനം വിതരണം ചെയ്യുന്ന പോലെയുള്ള കിട്ടേണ്ടത്.
അതൊരു മാതൃകയാണ്. കാരണം ഇവിടെ നിലവിൽ പോലീസും എക്സൈസും പിടിക്കുന്നത് ഈ ഏറ്റവും താഴേക്കിടയിലുള്ള ഒരു ഭാഗത്തെയാണ്. നമ്മൾ പറയില്ല വൻ സ്രാവുകളെ, അവരിലേക്ക് എത്തുന്നില്ല. അപ്പൊ നിങ്ങൾ അവിടേക്കും കൂടി ലക്ഷ്യം വെക്കുന്നുണ്ട്. അവരെ നിന്നെങ്കിലേ ഇതിവിടെ നിൽക്കുകയുള്ളൂ. ഇത് ചില്ലറ ലാഭം പ്രതീക്ഷിച്ചിട്ട് കടകളിൽ വിൽക്കുമ്പോൾ ഇത് ഇവർക്ക് കിട്ടാതിരുന്നാൽ ആ പ്രശ്നം തീരും. അപ്പൊ അവരെ വിതരണത്തിന് കിട്ടാതിരുന്നു കഴിഞ്ഞാൽ ആ കാര്യം. അതെ, അപ്പൊ അതിനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അവരെ മാക്സിമം ഇവരെ പിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞങ്ങൾ 2 ദിവസം കൂടി അവർക്ക് സമയം കൊടുത്തിട്ടുണ്ട്. അതിന് മുമ്പ് അവര് തന്നില്ലെങ്കിൽ അവരെ പോസ്റ്റ് ചെയ്യും. കാരണം അവര് ചെയ്യാൻ പാടില്ലല്ലോ. ഈ ചെറിയ കുട്ടികൾക്കാണ് കൊടുത്തത്. ചെറിയ കുട്ടികൾക്കാണ് ഇവര് ആൻസർ കൊടുക്കുന്നത്. അതാണ് നമ്മളെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ. സ്കൂളുകള് അതുപോലെ മറ്റു പഠന സ്ഥാപനങ്ങളൊക്കെ ഉണ്ടല്ലോ, അവരുടെ സപ്പോർട്ട് എങ്ങനെ? ഞങ്ങൾക്ക് നമ്മളെ ഒരു മഹല്ല്, ചെങ്ങായി മഹലിന്റെ നല്ല സപ്പോർട്ടുണ്ട്. മഹല്ല് ജുമക്ക് ശേഷം ഞങ്ങൾക്ക് പള്ളിയിൽ തന്നെ അനൗൺസ് ചെയ്തു, നമ്മളെ വാർഡിലുള്ള നാട്ടിലുള്ള ഈ കുട്ടികളായിട്ട് ഈ കർമ്മസേനയായിട്ട് എല്ലാവരും സഹകരിക്കണം എന്നുള്ള. അത് ഞങ്ങൾക്ക് നല്ല ഒരു എന്താ പറയുക, ഒരു ഊർജം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളെ നാട് നമുക്ക് പിന്തുണ തരികയാണല്ലോ നമ്മളെ ഈ ഇതിന്. അത് ഭയങ്കര. പിന്നെ ഇങ്ങനെ ലഹരിയിൽ നിന്ന് പിടിക്കുന്ന ആളുകൾക്ക് മഹല്ല് കത്ത് കൊടുത്തു, മഹലിൽ നിന്ന് പുറത്താക്കും എന്ന രീതിയിലും അതും ഞങ്ങൾക്ക് കിട്ടിയ നല്ല ഒരു. അതുകൊണ്ട് ഒരുപാട് ആള് 2-3 ആളുകൾ ഇതിന് പിന്മാറിയിട്ടുണ്ട്. ഇത് വിൽപ്പന നടത്തിയ ആളുകള് ഇനി ഇത് ചെയ്യൂല എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് വാക്ക് തന്നിട്ട് ഇതിന് പിന്മാറി. അതൊരു വലിയ കാര്യമാണ്. കാരണം ഒരാളെങ്കിൽ ഒരാള് പിന്മാറാൻ കഴിഞ്ഞു. ഭീഷണി അല്ലാതെ ദേഹോദരം ഏൽക്കുന്ന അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഇല്ല. നിലവിൽ ആ ഭീഷണി വരുമ്പോൾ തന്നെ ഞങ്ങൾ അതിനുള്ള അതിനുള്ള എന്താണോ അതിന്റെ എതിർഭാഗം ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് എന്തില്ല, ദേഹോപദ്രവം നിലവിൽ വന്നിട്ടില്ല. വരാതിരിക്കുമെന്ന് ഞാൻ പറയാൻ പറ്റില്ല. നമ്മൾ എപ്പോഴും കെയർ ചെയ്യാറുണ്ട്, എല്ലാവരും ശ്രദ്ധിക്കാൻ പറയാറുണ്ട്. ഇതൊക്കെ സ്വാഭാവികം. നമ്മുടെ ചുറ്റുമുള്ളവരായിരിക്കും അതിന്റെ അതെ. ഇതിൽ ലാഭം മാന്യന്മാരായിട്ട് നടക്കുന്ന കുറെ ആളുകൾ ഇതിൽ ലാഭം കൊയ്യുന്നുണ്ട്. ഇതിന് ചെറിയ കുട്ടികൾ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ ഇതിന്റെ കരിയേഴ്സ് ആക്കിയിട്ട് ഇവർ പണം ഇറക്കി കൊടുക്കുക. എന്നിട്ട് ഇതിന്റെ ലാഭം അവർ ചിലപ്പോൾ കറക്റ്റ് പള്ളിയിലൊക്കെ വരും, നിസ്കാരമൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മള് പൊതുസമൂഹത്തിൽ ആള് ഡീസന്റ് ആയിരിക്കും. അയാളെ സാമ്പത്തിക വരുമാനം ഈ ആളുകൾക്ക് പണം കൊടുത്തിട്ടാണ്. അതാണ് നിലവിൽ സംശയമുണ്ട്. അങ്ങനെ 1-2 ആളുകൾ ഞങ്ങൾ ലിസ്റ്റിൽ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അയാൾക്ക് സാധനം വരുന്ന ആളുകളൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ പൊതുസമൂഹത്തിൽ അവരെ കാണിക്കുകയും ചെയ്യും. ഈ വീഡിയോ പുറത്തു വരുമ്പോ ഏതായാലും അതേവരും കാണും എന്ന് ഉറപ്പാണ്. തീർച്ചയായിട്ടും അവരെ ഞങ്ങൾ അറിയിച്ചിട്ടുമുണ്ട്. അറിയിച്ചിട്ടുണ്ട്. ഞങ്ങൾ നേരെ അപ്പൊ ഒരു ആൻസ് വിൽക്കുന്ന ഷോപ്പാണെങ്കിൽ നമ്മളെ വാർഡിലാണെങ്കിൽ ഞങ്ങൾ അവരോട് പോയിട്ട് ആദ്യമേ പറയുന്നുണ്ട്, ഇത് നിർത്തുക. അല്ലാത്ത പക്ഷം ഞങ്ങൾ സോഷ്യൽ മീഡിയയിലും ഇവിടെയൊക്കെ ഇത് ചെയ്യും, പിടിക്കും, അറിയിക്കും. അങ്ങനെ 3 പ്രാവശ്യം പറഞ്ഞതിന് ശേഷമൊക്കെയാണ് നമ്മൾ അവരെ ഒരു സമൂഹത്തിൽ മോശമാക്കിയിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിട്ടുള്ളൂ. ഏതെങ്കിലും കേസുകൾ നിങ്ങൾ പുറത്തു വിട്ടിട്ടുണ്ട് ഇതുവരെ? ഉണ്ട്. 3 പ്രാവശ്യം ഞങ്ങൾ വാണിംഗ് കൊടുത്തിട്ടും ഈ വിൽപ്പന നടത്തിയ ഒരാളുടെ വീഡിയോ ഞങ്ങളെ വാർഡിലുള്ള വീഡിയോ ഞങ്ങൾ പ്രചരിപ്പിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ. എന്തായി പിന്നീട്? അവരിപ്പം കച്ചവടം ചെയ്യുന്നില്ല. അവര് ആൻസ് നിർത്തി. ഇനി അവർ ചെയ്യാൻ കഴിയൂല. കാരണം അവരെ കൊണ്ട് തന്നെ അത് നശിപ്പിക്കുന്ന വീഡിയോ അടക്കാണ് എടുത്തത്. അന്ന് ഞങ്ങൾക്ക് ഒരു 7 പാക്കറ്റ് തന്നെ അത് കിട്ടിയത്. അപ്പൊ ആ പാക്ക് അവരെ കൊണ്ട് തന്നെ നശിപ്പിക്കുക. അവര് ആ നിലത്തത് ചെയ്തിട്ട് ആ വീഡിയോ ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ. എന്നിട്ട് അവർ വീണ്ടും വാണിംഗ് കൊടുത്തു, ഇനി ഇതുപോലെ ആവില്ല എന്നുള്ള. ഇവർക്കൊക്കെ വീട്ടുകാരെ വലിയ പേടിയാണ്. വീട്ടിൽ അറിഞ്ഞുള്ള ഒരു വിഷയമാണ്. അതെ, ആ പേടി എല്ലാവരും പറയും. പക്ഷെ എന്നാൽ അത് നിർത്തൂല, ഇതിങ്ങനെ ചെയ്യുകയും ചെയ്യും. പിന്നെ വീട്ടിൽ അറിയിക്കാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. അതാണ് നമ്മളെ. അതുകൊണ്ട് വീട്ടിൽ അറിയുന്നുണ്ട്. അതൊരു വളരെ വലിയൊരു പോസിറ്റീവാണ്. അത് ആരും അറിയാതാണ് ചെയ്തത്. കണ്ണടച്ച് പാല് കുടിക്കുന്ന പൂച്ചന്റെ അവസ്ഥ അല്ലേ? റിസൾട്ട് ഉണ്ട്. അതുകൊണ്ട് അതെ തീർച്ചയായിട്ടും. എനിക്ക് പറയാനുള്ളത് ഇത്രയാണ്. എല്ലാ വാർഡിലും ഈ ജാഗ്രതാ സമിതി നല്ല ഉഷാറാക്കുക. എന്നിട്ട് ഇതുപോലെ എല്ലാവരും കൂട്ടിപ്പിടിക്കണം. അതാണ് എനിക്ക് പറയാനുള്ള പ്രത്യേകമായിട്ട്. അത് ഇനി മഹല്ല്, അവിടെ അമ്പല കമ്മിറ്റിന്റെ അവര്, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാര്, എല്ലാ സംഘടനകള്, ഇവരൊക്കെ കൂട്ടിപ്പിടിച്ചിട്ട് വേണം. അവർക്കൊക്കെ ആവശ്യമാണത്. അവരോടൊക്കെ പറഞ്ഞാൽ അവർ കൂടും. കാരണം അവരെ വീട്ടിലും മക്കളുണ്ട്. ഇന്നത്തെ തലമുറയാണ് ഇതിലേക്ക്. നമ്മളെ ഒരു 30 വയസ്സിന് മുകളിലുള്ളവരൊക്കെ ചിലപ്പോൾ സിഗരറ്റേ ഉണ്ടാവുള്ളൂ. കൂടുതലായിട്ട് ലഹരിയിൽ വന്നത് ഈ 15 വയസ്സിന് മുകളിലും ഒരു 25 വയസ്സിന് ഇടയിലുള്ള കുട്ടികളാണ്. ആ കുട്ടികളാണ് ഇതില് വേറെ രസം. ഞങ്ങൾക്ക് ഇവരെ ഫോണൊക്കെ നോക്കിയപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞെന്താരോ, ഇവര് ഇതിനൊരു ഗ്രൂപ്പ് തന്നെ ഉണ്ട്. ഈ ലഹരി ഉപയോഗിക്കുന്ന ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പില് ഇവര് ഓരോ സമയത്ത് ചെയ്ത വീഡിയോകള് ഇവര് എൻജോയ് ചെയ്യുന്നുണ്ട്. ചിലപ്പം നമ്മളൊക്കെ ഒരു പ്രായക്കാർ പറഞ്ഞാൽ ഒരു 35-40 വയസ്സിന് ഇടയിലുള്ള ആളുകളൊക്കെ എന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ആരും കാണരുത്, അല്ലെങ്കിൽ അത് വീഡിയോ എടുക്കരുത് എന്നാണോ ചിന്തിക്കാറ്. ഇവരതല്ല. ഇവര് ചെയ്യുന്നത് സ്വയം കഞ്ചാവ് വലിക്കുന്നത് വീഡിയോ എടുത്തിട്ട്
അതിന്റെ ആനന്ദം ഇവര് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അവരുടെ ഗ്രൂപ്പിൽ അത് പുറത്തേക്ക് പോവില്ല എന്നുള്ളൊരു അതാണ്. പക്ഷെ അത് നമ്മളാണെങ്കിലും ഒരു തെറ്റ് ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് കാണരുത് എന്നാണോ ആഗ്രഹിക്കുക. ഇവര് നേരെ തിരിച്ചു, അതൊരു എൻജോയ്മെന്റ് ആണ് അവർക്ക്. പിന്നെ ഒരു ഏറ്റവും വലിയൊരു പോയിന്റ് എന്താ അറിയോ, ഇതിൽ അകപ്പെട്ട ഒരു കുട്ടിക്ക്, ഒരു കുട്ടി ഇതിൽ അകപ്പെട്ടു എന്ന് വിചാരിക്കുക, ആ കുട്ടീനെ ഇവര് ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഈ കാരണം ഇതിൽ നിന്ന് പിന്മാറിയാല് അന്റെ വീഡിയോ അല്ലെങ്കിൽ അന്നെ ഞങ്ങള് സാധനം വെച്ചെന്നിട്ട് അങ്ങനത്തെ ഒരു വോയിസ് തന്നെ എന്റെ കയ്യിലുണ്ട്. 1.5 എന്നാ പറഞ്ഞത്. അപ്പൊ അവർക്ക് അറിയുന്ന ഒരു അളവായിരിക്കും 1.5 എന്താ എനിക്ക് മനസ്സിലായിട്ടില്ല. 1.5 വെച്ചിട്ട് അവനെ ഇട്ട് കൊടുക്കുന്ന പറഞ്ഞത്. അവരൊരു ശൈലിയാണ് 1.5 വെച്ചിട്ട് അവനെ ഇട്ട് കൊടുക്കുന്നത്. അപ്പം അവരെ പിടിപ്പിക്കുക എന്നുള്ള അതിന്റെ അർത്ഥം തന്നെയാണ്. പിന്നെ ഈ ടീമിൽപ്പെട്ട ആളുകൂടെ നമുക്കിത് അറിയാത്ത കുറെ കാര്യങ്ങൾ വരുന്ന പഠിക്കാനായി അവരോട് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞതാണ് ഇതാണ് അവരുടെ ഉദ്ദേശം എന്നുള്ളത്. അപ്പം ചില മക്കൾ ഇതിൽ പെട്ടുപോയാൽ അവരെ രക്ഷപ്പെടാൻ ഇവരയക്കില്ല. പിന്നെ ഈ സാമ്പത്തികമുള്ള മക്കളെ ഇവര് അതിലേക്ക് ക്ഷണിക്കണുണ്ട്. അതായത് ഇത് ക്യാഷ് വേണമല്ലോ. ഫസ്റ്റ് ഒരു കുട്ടിക്ക് ഒരു ഫ്രീ കൊടുക്കുകയാണ്. ഫ്രീ കൊടുത്തിട്ട് ഒരാൾ ഇതിനെ അടിമയാക്കും. പിന്നെ അവന്റെ സ്നേഹിതന്മാരെ അവനെ കൊണ്ട് ക്ഷണിക്കുകയാണ് ഇതിലേക്ക്. ആ ക്ഷണിക്കുന്നതിൽ തന്നെ സാമ്പത്തികം ഉള്ളവരെയും ക്യാഷ് കിട്ടുന്ന ആളുകളെയും എന്ത് ചെയ്യും, ഇതിലേക്ക് അവർ കണ്ടെത്തുകയാണ്. അപ്പൊ അതൊക്കെ നമ്മൾ സമൂഹം അറിയണം. എല്ലാ നാട്ടിലും ഇതുണ്ട്. ആരും വിചാരിക്കണ്ട എന്റെ നാട് ഇതിനൊഴിവാണെന്ന് ആരും വിചാരിക്കണ്ട. ആരും വിചാരിക്കണ്ട. എല്ലാ നാട്ടിലും ഈ കുട്ടികളുണ്ട്, ഇതിന്റെ ആളുകളുണ്ട്, വിൽപ്പനക്കാരുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ നിങ്ങളൊക്കെ പറയാനുള്ളത്, നിങ്ങൾ ഈ ഇങ്ങനെ ഒരു ടീം നമ്മളെ നാട്ടിലുണ്ടാക്കുക. ഒരിക്കലും ആ ടീം തെറ്റായ മാർഗത്തിലൂടെ മുമ്പോട്ട് പോകാനും പാടില്ല. നിയമം കയ്യിലെടുക്കാൻ പാടില്ല. അത് നിയമം കയ്യിലെടുത്താൽ എല്ലാ നാട്ടിലുള്ള ഈ ടീമിനെ അത് ബാധിക്കും. അതുകൊണ്ട് രമ്യമായിട്ട് തന്നെ അവരെ പിടിച്ചു വെച്ച് എക്സൈസിനെ ഏൽപ്പിക്കുക. അതാണ് അതിൽ ചെയ്യാനുള്ളത്. നല്ലൊരു തീരുമാനമാണ് നിങ്ങളെടുത്തത്. വളരെ വളരെ നല്ലൊരു തീരുമാനമാണ്, നല്ലൊരു പ്രവൃത്തിയുമാണ്. ഇങ്ങനെയാണ് ശരിക്കും മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം നടത്തേണ്ടത്. ഒരു സദാചാര പോലീസിന്റെ ഒരു വശമാണ് സാധാരണ മിക്കവാറും കണ്ടുവരുന്നത്. ഇവിടെ അങ്ങനെ ഒരു വിഷയമേ വന്നിട്ടില്ല, വരികയുമില്ല. നിങ്ങൾ അന്ന് ആ വൈറലായ വീഡിയോയിൽ കുറച്ച് കുട്ടികളെ പിടിച്ചിട്ടുള്ളത് കഞ്ചാവ് ഉപയോഗവും വിൽപ്പനയുമായിട്ട് രണ്ടുമായിട്ട് ബന്ധപ്പെട്ട് എത്ര കുട്ടികളാണെന്ന് പോലും നിങ്ങൾ പറയുന്നില്ല. കുറച്ച് കുട്ടികളെ പിടിച്ച കാര്യം പറയുന്നുണ്ട്. ആ കുട്ടികളെ വീട്ടിൽ നിങ്ങൾ ഇവരെ അറിയിച്ചിട്ടുമുണ്ട്. ഇനി ഇതിപ്പോ അവരുടെ കാര്യം, അവിടെ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നു. അത് പ്രേക്ഷകരും അങ്ങനെ തന്നെ കരുതുന്നു. നിങ്ങൾക്ക് ഈ കുട്ടികള് അല്ലെങ്കിൽ മാതാപിതാക്കളോട്, രക്ഷിതാക്കളോട്, അല്ലെങ്കിൽ ഇതുപോലെ പ്രവർത്തിക്കുന്നവരോട് എന്താണ് പറയാനുള്ളത്? എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടാവും? തീർച്ചയായിട്ടും പറയാനുണ്ട്. രക്ഷിതാക്കള് ശരിക്കും ഈ ഉമ്മമാരും അമ്മമാരും ഒക്കെയാണ് ഇവരെ കൂടുതൽ വിശ്വസിക്കുകയാണ്. ഇവർ നല്ല കള്ളം പറയുന്നുണ്ട്. അവരോട് സംസാരിക്കാൻ അവരെന്താ പറയാറോ, തെളിവുണ്ടോ, നിങ്ങൾ കണ്ടിക്കണോ, അവര് പറയുന്നത് കേൾക്കണ്ട. ശരിക്കും ഇത് തെളിവ് പറഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ വലിക്കണത് വീഡിയോ ഒന്നും പെട്ടെന്ന് ഒരാൾക്കും കിട്ടൂല. ഞങ്ങൾ കണ്ടത് തന്നെ അവരെ ഫോണിൽ നിന്നാണ്, അവരെടുത്തതുള്ളത് കൊണ്ട്. അപ്പൊ ഈ അമ്മമാരെയും ഉമ്മമാരെയാണ് ഇവരിത് പറ്റിക്കുന്നത് ഏറ്റവും കൂടുതൽ. ഉപ്പമാര് അധികം ഇതിൽ ബോധവാന്മാരാണ്, മക്കളെ കാര്യങ്ങൾ പെട്ടെന്ന് തിരിച്ചറിയുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ അവരോട് പറയുന്നത് വെച്ചാല്, ഈ മക്കൾ ഇതിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവര് ആരെങ്കിലും അങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇത് ശ്രദ്ധിക്കണം. എന്റെ മോൻ അതിനെ പെടൂല എന്നൊരു അമ്മയും ഉമ്മയും വിചാരിക്കരുത്, ഉപ്പമാരും വിചാരിക്കരുത്. എല്ലാ മക്കളും നല്ല തറവാട്ടിലും നല്ല സാമ്പത്തികവും നല്ല സ്റ്റാൻഡേർഡിലും വളർന്ന ഫാമിലിയാണ്. ആരും മോശപ്പെട്ടവരല്ല. പക്ഷെ ഇതിൽ പെട്ടുപോകുന്നതാണ്. അപ്പൊ നമ്മൾ പെടില്ല എന്ന് പറഞ്ഞുകാണ്ട് പറയുന്ന ആളുകളെ നിരുത്സാഹപ്പെടുത്താതെ അതിനെക്കുറിച്ച് രക്ഷിതാക്കളൊന്ന് പഠിക്കുക. എന്റെ മോനെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ അതൊന്ന് പഠിക്കാൻ ശ്രമിക്കണം. കാരണം ഇവൻ ഇതിൽ പെട്ടിട്ടുണ്ടോ, അയാള് അല്ലാതെ ഈ പറഞ്ഞ ആളുകളെ നമ്മൾ എന്ത് ചെയ്യരുത്, എന്റെ മോൻ പെടില്ല എന്ന് പറഞ്ഞാൽ അയാളെ നിരുത്സാഹപ്പെടുത്തരുത്. അങ്ങനെ ഒരു അനുഭവം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരു ഉപ്പ പറഞ്ഞു, എന്റെ മോൻ ഒരിക്കലും ഇതിൽ പെടൂല മാഷങ്ങൾ, ഇതിൽ എന്ത് ചെയ്യണ്ട, ഇത് പറഞ്ഞു വരണ്ടെന്ന് പറഞ്ഞ ആള് പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾക്ക് ഡി-അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയി എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ പറഞ്ഞത് ശരിയായിരുന്നു, ഞാൻ അവനെ വിശ്വസിച്ചു എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോ കുടുംബത്തും ഇത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതെ, ഈ രാത്രിയിൽ പോകുന്ന മക്കളുണ്ട്. ചില അമ്മമാർ എന്ത് ചെയ്യുന്നറിയോ, ഇനി അവന് വരുമ്പോ എനിക്ക് എണീക്കാൻ മടിയാണ്, വീടിന്റെ ചാവി അടക്കം കൊടുക്കുകയാണ്. അവൻ എപ്പം വന്ന് കിടന്നു പോലും അവർക്ക് അറിയില്ല. അവൻ ചാവിയും കൊണ്ട് പോണേ ടർഫിക്കാണ് അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തേക്കാണ്. ശരിക്കും എനിക്ക് പറയാനുള്ളത്, സർക്കാരിനോടാണ് എനിക്ക് ഒരു നിർദ്ദേശം വെക്കണം. എന്താ പറയുക, രാത്രി 10 മണിക്ക് ശേഷം ഒരു ടർഫിനും പെർമിറ്റ് കൊടുക്കരുത്. ചിലപ്പോൾ ടർഫേർക്ക് നമ്മോട് വിരോധം ഉണ്ടാവും. പക്ഷെ നമ്മളെ നാട് നശിക്കുകയാണ്. ഈ ടർഫ് പറഞ്ഞിട്ടാണ് അധികം കുട്ടികളും പോകുന്നത്. അപ്പൊ 10 മണിക്ക് ശേഷം ഉള്ള ഒരു ടർഫിനും പെർമിറ്റ് കൊടുക്കരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ പേരിലാണ് ഈ രാത്രിയൊക്കെ ഇരിക്കുന്നത്. അപ്പൊ ആ കുട്ടിക്ക് എല്ലാത്തിനുള്ള ലൈസൻസ് ആവാണ്. അവരെവിടെ നിന്നാണ് ഫുഡ് കഴിച്ചതെന്ന് ചോദിക്കുന്നില്ല, ഒന്നുമില്ല. ആരാണ് അവരുടെ സുഹൃത്തുക്കളെന്ന് ചോദിക്കുന്നില്ല, എങ്ങോട്ടാണ് പോയതെന്ന് ചോദിക്കുന്നില്ല, എന്താണ് ചെയ്തതെന്ന് ചോദിക്കുന്നില്ല. അത്തരത്തിലുള്ള യാതൊന്നും തന്നെ വീട്ടുകാർ ശ്രദ്ധിക്കുന്നില്ല. പിന്നെ അവർക്കുള്ള സാമ്പത്തികം
ചില കുട്ടികളെ മക്കളെ കയ്യിൽ നല്ല, ഇപ്പൊ അന്ന് ഞങ്ങളെ കൈ കിട്ടിയ ഒരാളെ കയ്യിൽ നല്ല സാമ്പത്തികമുണ്ട്. അപ്പൊ ഈ പൈസ ഉമ്മമാര് ചോദിക്കണം, ഇവന്റെ കയ്യിൽ എവിടെ നിന്ന് ഇത്ര പൈസ വന്നു? +2 പഠിക്കുന്ന മകൻ അല്ലെങ്കിൽ +1 പഠിക്കുന്ന മകൻ എന്നും സാമ്പത്തികം കൂടുതൽ കയ്യിൽ ക്യാഷ് കാണുകയാണെങ്കിൽ അവരെ ചോദ്യം ചെയ്യണം. അവന്റെ അടുത്ത് ബൈക്ക് കാണുകയാണെങ്കിൽ ഏത് സുഹൃത്തിൻ്റെതാണെങ്കിൽ ആ സുഹൃത്തിനെ കുറിച്ച് പഠിക്കണം. ഇവർക്ക് ബൈക്കൊക്കെ കൊടുക്കുന്നുണ്ട് സുഹൃത്തുക്കള്, അതൊക്കെ ഇങ്ങനത്തെ ടീമുകൾ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഈ ബൈക്ക് കിട്ടിയത് ആരുതാണ്? മൊബൈൽ ഫോൺ. ആ മൊബൈൽ ഫോണുകൾ ആഴ്ചയിൽ 2 ദിവസം, രക്ഷിതാക്കളോട് എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത്, 2 ദിവസമെങ്കിലും ഇടയ്ക്കൊന്ന് ഫോണ് അവരെ ലോക്കും തുറന്നിട്ട് നിങ്ങൾ ഉപയോഗിക്കുക. നിങ്ങളെ മക്കളെ ഫോൺ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത പ്രശ്നമില്ലല്ലോ. ഒരു 2 ദിവസം അവരോട് പറയാതെ ആ ലോക്ക് തുറക്കെന്ന് പറയാം. 2 ദിവസം നിങ്ങളൊന്ന് ആരെ കയ്യിലേക്ക് വിളിക്കുന്നു, അവരെ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഒക്കെ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ നാട് അതിന് മാത്രം ലഹരിയിൽ പെട്ടുപോയിട്ടുണ്ട്. നമ്മളൊക്കെ വിചാരിക്കും നമ്മളെ മക്കൾ ഉഷാറാണെന്ന്. ഒരിക്കലും അങ്ങനെ ചിന്തിക്കേണ്ട. എല്ലാം 100% ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരു 90% പ്രശ്നം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് 2 ദിവസമെങ്കിലും അവരൊക്കെ, ആണായാലും പെണ്ണായാലും പഠിക്കാൻ പോകുന്ന കുട്ടികളൊക്കെ, അവർക്കൊക്കെ എന്നോട് ദേഷ്യം വരാട്ടോ അത് പറയുമ്പോൾ. സാറ്, ഞാൻ ദേഷ്യത്തിനൊന്നും ഞാൻ എന്ത് ചെയ്യുന്നില്ല, പ്രസക്തി കൊടുക്കുന്നില്ല. കാരണം എന്നോടുള്ള ദേഷ്യം അവരെ ഈ പ്രായത്തിൻ്റെതാണ്. അവരൊരു 10-35 വയസ്സ് കല്യാണം കഴിഞ്ഞ് ഒരു ജീവിതത്തിലേക്ക് വരുന്ന സമയത്ത് അവർ മനസ്സിലാക്കിയുള്ളൂ അന്ന് അയാൾ പറഞ്ഞതുകൊണ്ടാണ് ഇന്ന് ഞാൻ നന്നായത് എന്നുള്ളത്. അതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ പറയുന്നത് രക്ഷിതാക്കളോടാണ്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് അവരെ ഫോണിൽ 2 ദിവസം ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിലൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കൂ. അപ്പൊ നിങ്ങൾക്കറിയാം എൻ്റെ മക്കൾ എവിടെ എത്തിയിട്ടുണ്ട്. നല്ലതാണെങ്കിൽ അവരെ അഭിനന്ദിക്കുക, ചീത്തയാണെങ്കിൽ അത് തിരുത്താനുള്ളത് ചെയ്യാം. Different angles. Don't forget to subscribe and support this channel.